എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാത വന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് 3:2 മുതൽ 4 വരെ. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്നോർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെപ്പോലെ വരും. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരും എന്ന് നീ അറിയുകയുമില്ല. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ സർദീസിൽ നിനക്ക് ഉണ്ട്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സർദീസിലെ സഭയ്ക്ക് ദാർശനികനായ യോഹന്നാനിലൂടെ നൽകുന്ന സന്ദേശങ്ങളും മുന്നറിയിപ്പുകളും ഇന്നും ആശ്ചര്യമായി പ്രസക്തമായ ദൂതുകളാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുപേക്ഷണീയമായ കർത്തവ്യമാണ് എല്ലായ്പ്പോഴും ഉണർന്നിരിക്കുക എന്നത്. ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ സമയം വൈകിയിരിക്കുന്നു. പല വേദഭാഗങ്ങൾ നമ്മെ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. റോമാലേഖനം 13-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിലും, കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിലുമൊക്കെ നമ്മളത് വായിക്കുന്നു. ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ സ്ഥിരത കാണിപ്പീൻ. നിരന്തരമായ ജാഗ്രത സ്വാതന്ത്ര്യത്തിൻ്റെ വില ആയിരിക്കുന്നത് പോലെ നിരന്തരമായ കാത്തിരിപ്പ് രക്ഷാപ്രാപ്തിക്ക് മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് നൽകേണ്ട പ്രതികരണമാണ്. ഒരു ക്രിസ്ത്യാനി സാത്താൻ്റെ തന്ത്രങ്ങൾക്ക് എതിരായി സൂക്ഷ്മതയുള്ളവനായിരിക്കണമെന്നാണ് പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. ഒരു ക്രിസ്ത്യാനി പരീക്ഷകൾക്കെതിരായി ജാഗ്രത പാലിക്കണം. പരീക്ഷകളിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നു പ്രാർത്ഥിക്കണം. കർത്താവ് പറഞ്ഞതാണ് മത്തായി 26-ാം അധ്യായം 41-ാം വാക്യത്തിൽ. ജാഗ്രതയില്ലാതിരിക്കുന്ന അവസരത്തിലാണ് ശത്രു നമ്മെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതെന്ന് സർദീസിൻ്റെ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതായത് സർദീസ് പട്ടണത്തിൻ്റെ ചരിത്രം. 4-മത്തെ ഒരു കാത്തിരിപ്പ്, ക്രിസ്തുവിൻ്റെ വരവിനായി നമ്മൾ കാത്തിരിക്കണം. നാളും നാഴികയും അറിയാകിയാൽ ഉണർന്നിരിപ്പീരെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അത് മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 42-43 വാക്യങ്ങളിലാണ്. മർക്കോസ് 13-ലും വായിക്കാം. പത്രോസ് അപ്പോസ്തലനും ജാഗ്രതയ്ക്ക് വേണ്ടി ഉദ്ബോധിപ്പിക്കുന്നു. 5-മത്തെ ഒരു കാര്യം, ഒരു ക്രിസ്ത്യാനി ദുരുപദേശങ്ങൾക്കെതിരായി ജാഗ്രത പാലിക്കണം. പൗലോസ് അപ്പോസ്തലൻ അന്തിമയാത്രയ്ക്ക് മുൻപായി എഫെസോസിലെ മൂപ്പന്മാരെ പ്രബോധിപ്പിക്കുന്നുണ്ട്. അത് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 29 മുതലുള്ള വാക്യങ്ങളിലാണ്. അവിടെ അദ്ദേഹം പറയുന്നത്, തനിക്ക് ശേഷം ചെന്നായ്ക്കൾ വന്ന് ആട്ടിൻകൂട്ടത്തെ ആക്രമിക്കുകയും തലതിരിഞ്ഞ ഉപദേശക്കാർ സഭയ്ക്കുള്ളിൽ നിന്ന് എഴുന്നേൽക്കുകയും ചെയ്യും. ആകയാൽ ജാഗ്രത പാലിക്കുവിൻ. മറ്റൊരു കാര്യം, യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ ജാഗ്രതയോടെ നോക്കിക്കൊണ്ടിരുന്നു. ഉയിർത്തെഴുന്നേറ്റ ക്രിസ്തു അരുളി ചെയ്യുന്നു, നിങ്ങളുടെ വേല ദൈവം മുൻപാകെ പൂർത്തീകരിക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല. ഇവിടെ 2 കാര്യങ്ങൾ പ്രത്യേകമുണ്ട്. ക്രിസ്തു നമ്മിൽ നിന്ന് ചിലതെല്ലാം പ്രതീക്ഷിക്കുന്നു. അവനെ സ്നേഹിച്ച് അവന് വേണ്ടി സമ്പൂർണ്ണമായി സമർപ്പിക്കണമെന്നാണ് യേശു ക്രിസ്തുവിൻ്റെ പ്രതീക്ഷ. ഒന്നാമത്, ഓരോ വിശ്വാസിയും ചെയ്യേണ്ട ചില ചുമതലകളുണ്ട്. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലാത്തവരായി ആരും ലോകത്തിലില്ല. അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് എന്തെങ്കിലും ചെയ്യേണ്ട എന്ന് ദൈവം ആഗ്രഹിക്കുന്ന ആരും ലോകത്തിലില്ല. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാനുള്ളവരാണ്. ജാഗ്രത പാലിക്കുന്നത് പോലെ തന്നെ സർദീസിലെ സഭ ചെയ്യേണ്ട മറ്റൊരു സംഗതി, ആദ്യമായി സുവിശേഷം ലഭിച്ചത് എങ്ങനെയെന്ന് ഓർക്കുകയാണ്. തുടർച്ചയായി ഓർക്കുക എന്നാണ് അർത്ഥം. ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്തുവെന്ന് നിരന്തരം ജാഗ്രതയോടെ സ്മരിക്കണം.
നമുക്ക് എങ്ങനെയാണ് ആദ്യം സുവിശേഷം ലഭിക്കുന്നത്? എത്രയോ പേരുടെ ത്യാഗം അതിന് പിൻപിലുണ്ട്. നമ്മളിപ്പോൾ റെഡിമെയ്ഡ് ക്രിസ്ത്യാനികളായി ജീവിക്കുമ്പോൾ നമ്മിലേക്ക് ഇത് ചില ചാലകങ്ങളുണ്ട്. മിഷണറിമാരിലൂടെയും അല്ലെങ്കിൽ അപ്പോസ്തലന്മാരിലൂടെയും ഒക്കെ നമുക്ക് ലഭിക്കുമ്പോൾ അതിൻ്റെ ഒരു പെയിൻ ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിലേ ഈ ഒരു സ്നേഹബന്ധത്തിൽ വിശുദ്ധിയോടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ സർദീസിലെ സഭ അനുതപിക്കണം പറയുന്നു. അനുതപിച്ച് മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൻ്റെ ആജ്ഞകളെ അനുസരിപ്പാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. ഇവിടെയും കൽപ്പനകൾ കാത്തുകൊണ്ടേ ഇരിക്കണമെന്നാണ് അർത്ഥം. സുസ്ഥിരമായ ആത്മീയതയാണ് യേശു ക്രിസ്തു ആവശ്യപ്പെടുന്നത്. അങ്ങനെ സർദീസിലെ സഭയുടെ ഒരു പ്രത്യാശ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മെറിറ്റായി പറയുന്നത്, ഉടുപ്പ് മലിനമാകാത്ത കുറേ പേരവിടെ ഉണ്ട്. ഇതൊരു വലിയ പ്രതീക്ഷയാണ്. അത് എക്കാലത്തും സഭയുടെ ചരിത്രത്തിലുള്ള ഒരു സത്യമാണ്. സഭ എങ്ങനെയെല്ലാം വഴിമാറിപ്പോയാലും, ലോകത്തിൻ്റെ വഷളത്തരവും ലോകത്തിൻ്റെ തിന്മകളെല്ലാം സഭയ്ക്കുള്ളിൽ കടന്നുകൂടിയാലും, ഉടുപ്പ് മലിനപ്പെടാത്ത അല്പം ചില ആളുകളുണ്ട്. ഒരു ചെറിയ ന്യൂനപക്ഷമാണ്. ആ ന്യൂനപക്ഷത്തിൻ്റെ പ്രാർത്ഥനയും ദൈവം തമ്പുരാൻ അവരോടുള്ള കരുണയുമാണ് സഭ തകർന്നു പോകാതെ നിൽക്കുന്നത് എന്ന് ഓർക്കണം. ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ നമ്മുടെ സഭകളിൽ ഇന്നും ഉണ്ട്. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അങ്ങനെയുള്ളവർക്ക് ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനം, ചത്ത സഭയായ സർദീസിൽ പോലും വിശ്വസ്ത ക്രിസ്ത്യാനികളായി കുറേ പേർ ഉണ്ട് എന്നുള്ളത് ആശാവഹമാണ്. അബ്രഹാം സോദോമിന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയപ്പോൾ ദൈവത്തോട് ചോദിച്ചു, നീതിമാന്മാരെ ദുഷ്ടന്മാരോടുകൂടെ കൊന്നുകളയുമോ? ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യമാണ്. ദുഷ്ടന്മാരുടെ സമൂഹത്തിൽ നല്ലവൻ ഒരുത്തനെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവം കണ്ടുപിടിക്കാതിരിക്കുകയില്ല. സർദീസിലെ വിശ്വാസികളെക്കുറിച്ച് ക്രിസ്തു പറയുന്നത് തങ്ങളുടെ ഉടുപ്പ് മലിനമാകാത്തവർ. ഇതൊരു വലിയ യോഗ്യതയാണ്. ലോകത്തിൻ്റെ കളങ്കം പറ്റാതെ തന്നെത്താൻ കാത്തുകൊള്ളുന്നവൻ. ഇത് യാക്കോബ് പറയുന്നു. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 27-ാം വാക്യം. വെള്ളയങ്കിക്ക് 2 അർത്ഥങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഉടുപ്പ് മലിനമാകാത്തവർക്ക് നൽകുന്ന വാഗ്ദാനമാണ് വെള്ളയങ്കിയൊക്കെ. തുടർന്നുള്ള ധ്യാനങ്ങളിൽ അത് വരുന്നുണ്ട്. പുറജാതി ലോകത്തിൽ പോലും അഴുക്ക് വസ്ത്രം ധരിച്ച് ദേവാലയത്തിനുള്ളിൽ പ്രവേശിപ്പാൻ ആരെയും അനുവദിച്ചില്ല. വെള്ളവസ്ത്രം ആത്മീക വിശുദ്ധിയുടെ ബാഹ്യ അടയാളമായി കരുതിയിരുന്നു. വെള്ളയങ്കി സ്നാന സമയത്ത് ഒരുവൻ നടത്തുന്ന വിശ്വാസ പ്രഖ്യാപനത്തെ കുറിക്കുന്നതായി ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. ആ പ്രതിജ്ഞയ്ക്ക് ഭംഗം വരുത്തുന്നവർ തൻ്റെ വെള്ളയുടുപ്പിൽ കളങ്കം വീഴ്ത്തുകയാണ് ചെയ്യുന്നത്. വെള്ളത്തിൽ മുങ്ങിയ ശേഷം കയറി വരുമ്പോൾ പഴയ വസ്ത്രങ്ങളെല്ലാം നീക്കി പുതിയ വസ്ത്രം ധരിപ്പിക്കുന്ന പതിവുണ്ടായിരുന്നു. ആ പുതിയ വസ്ത്രം പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെട്ടു എന്നതിൻ്റെ അടയാളമായ ശുഭ്ര വസ്ത്രമായിരുന്നു. ഇവിടെ പറയുന്നു, തങ്ങളുടെ ഉടുപ്പ് മലിനപ്പെടാത്തവർക്ക് ദൈവം ഒരു വാഗ്ദാനം നൽകുന്നത്, അത് ഈ പേർഷ്യൻ രാജധാനികളിൽ രാജാവിൻ്റെ ഇഷ്ടഭൃത്യന്മാർക്ക് രാജകീയ ഉദ്യാനങ്ങളിൽ യഥേഷ്ടം കയറാനുള്ള പദവി നൽകപ്പെട്ടിരുന്നു. ഒരു ദിവസമെങ്കിലും രാജാവിനോടൊപ്പം ഉലാത്തുന്ന പദവി നൽകുമായിരുന്നു. ഉദ്യാന സഖികൾ എന്നാണ് അവരെ വിളിച്ചിരുന്നത്. അതുപോലെ വിശുദ്ധ ജീവിതം നയിക്കുന്ന വിശ്വസ്ത ക്രിസ്ത്യാനികൾ പറുദീസായിൽ ദൈവത്തോടുകൂടെ നടക്കും. ഇവിടെ ഹാനോക്കിനെ പറ്റി സൂചനയുണ്ട്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊള്ളുകയാൽ പിന്നെ കണ്ടില്ല. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിലാണ് ഹാനോക്കിനെ കുറിച്ച് വായിക്കുന്നത്. ഭൂമിയിൽ ദൈവത്തോടു കൂടെ നടന്ന ഹാനോക്ക് തുടർന്ന സ്വർഗീയ മേഖലകളിൽ ദൈവത്തോടു കൂടെ നടക്കുന്നുവെന്ന് നമുക്ക് അനുമാനിക്കാം. ഇന്നത്തെ ദിവസം നമുക്ക് ലഭിച്ച സന്ദേശം എത്ര മലിനതകളുടെ മധ്യത്തിലും മലിനപ്പെടാതെ ജീവിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ്.
ഉടുപ്പ് മലിനമാകാത്ത ക്രിസ്തീയ ജീവിതത്തിനായി ശ്രദ്ധിക്കാം, ജാഗ്രതയുള്ളവരായിരിക്കാം, ഉണർന്നിരിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൊണ്ട് ദാനമായി നൽകിയത് ഓർത്ത് സ്തോത്രം. ഞങ്ങൾക്ക് ലഭിച്ച അവിടുത്തെ വചനത്തിനായി സ്തോത്രം. ഞങ്ങളെ കാത്തു സൂക്ഷിപ്പാനുള്ള കൃപ നൽകണമേ. കളങ്കങ്ങളിൽ അകപ്പെട്ട് വീണു പോകാതിരിപ്പാൻ കർത്താവെ ഞങ്ങളെ കരുതണമേ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ഞങ്ങളുടെ ആവശ്യങ്ങളെ അവിടുന്ന് അറിയുകയും വഴിനടത്തുകയും ചെയ്യുന്ന ദൈവമാകിയാൽ സ്തോത്രം. പ്രഭാതം മുതൽ പ്രദോഷം വരെ അവിടുത്തെ കൃപയിൽ ഞങ്ങളെ കരുതണമേ. വരമായിരിക്കുന്ന ആപത്ത് അനർത്ഥങ്ങളിൽ നിന്നെല്ലാം വിടുവിച്ചു കൊള്ളണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നന്മയുടെയും സന്തോഷത്തിൻ്റെയും പകൽക്കാലം ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ. നന്മകളുമായി, നന്മയുടെ സന്തോഷവുമായി ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ പുതുവർഷം നൽകുകയും ചെയ്യണമേ. സങ്കടത്തിലും ബുദ്ധിമുട്ടുകളിലും ഭാരത്തിലുമായിരിക്കുന്നവർക്ക് ആശ്വാസവും വിടുതലും നൽകണമേ. രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം നൽകണമേ. യേശു മശീഹയുടെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കൃപയും കാവലും നാം എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.